ഹലോ ഫ്രണ്ട്സ്, ഉറക്കം എഴുന്നേറ്റപ്പോഴേക്കും ഞാൻ AC ബസ്സിലാണോ ഇരിക്കുന്നതെന്നൊരു സംശയം. കാര്യം അത്രയ്ക്ക് തണുപ്പ്, പുറത്ത് നല്ല മഴയും മഴക്കോളും. തണുത്തിട്ടാണെന്ന് തോന്നുന്നു. പിന്നീട് എനിക്ക് അങ്ങോട്ട് ഉറക്കം വന്നില്ല. അപ്പൻ നല്ല സുഖ ഉറക്കത്തിലാണ്. അങ്ങനെ സ്ഥലമെത്തി. 8-9 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ എന്തെങ്കിലും കുടിക്കുന്നത് ഇപ്പോഴാണ്. ഒരു ബൂസ്റ്റ് കുടിച്ച് ബൂസ്റ്റ് ആവാന്ന് വിചാരിച്ചു. ബൂസ്റ്റ് കുടിയൊക്കെ കഴിഞ്ഞ് നേരെ ഫ്രഷ് ആവാൻ പോയി. ഫ്രഷായി വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇനി യാത്ര കുറച്ചു നേരം ഓട്ടോയിലാവാം. പരിപാടിയൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറി. ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്, സൂപ്പർ ഹോംലി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടെ ഇരുന്ന് കുറച്ചു നേരം ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ബസ് വരാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ എണീറ്റ് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായി നോക്കി ഇരുന്നപ്പോഴേക്കും നമുക്ക് പോലുള്ള ബസ് വന്നു. അങ്ങനെ ബസ് എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഹോട്ടലിൽ കഴിക്കാനായിട്ട് നിർത്തി. സൂപ്പർ ആയിരുന്നു ഫ്രണ്ട്സ്. ഗോവയിലൊക്കെ ഉള്ള പോലെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിനി കുറച്ചു നേരം മ്യൂസിക് കേൾക്കാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ബസ്സിൽ കയറി കുറച്ചു നേരം ഉറങ്ങി. എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ കണ്ണു തുറന്നപ്പോഴേക്കും ബസ് ബ്ലോക്കിൽ പെട്ട് കിടക്കുക. പക്ഷേ നമ്മുടെ ഡ്രൈവറിന് ബ്ലോക്കൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പറയാണ്ടിരിക്കാൻ വയ്യ ഫ്രണ്ട്സ്. 2 വീലറൊക്കെ ഓട്ടിക്കുന്ന പോലെയാണ് പുള്ളിക്കാരൻ ബസ് ഓട്ടിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോളി ഡ്രൈവിംഗ് സ്കിൽ ഒന്നും പറയല്ല, ഒരു രക്ഷയില്ല. സാധാരണ ഞാൻ അങ്ങോട്ട് പോയ ബസ്സിലാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോഴേക്കും ഡ്രൈവർ മാറിയിട്ട് കണ്ടക്ടർ ആവുകയും കണ്ടക്ടർ മാറി ഡ്രൈവർ ആവുകയും ചെയ്യും. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ തിരിച്ചു വന്ന ഈ ബസ്സില് അവിടെ മുതൽ ഇങ്ങറ്റം വരെ തമ്പാനൂര് വരെ പുള്ളിക്കാരൻ തന്നെയായിരുന്നു ഡ്രൈവർ. കൃത്യം 4:50 ആയപ്പോഴേക്കും ഞങ്ങൾ തമ്പാനൂരെത്തി. ഇനി ഒന്ന് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. അപ്പൊ ശരി ഫ്രണ്ട്സ്, ബൈ.